അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മധുര പലഹാരങ്ങളുമായി തൻ്റെ അടുക്കിലേക്ക് വരുന്ന സൈത്തൂൻ ബീവിയെയാണ് ഫർസാന ശ്രദ്ധിച്ചത്. യാ ഫർസാൻ, അവളുടെ ആ ഒരു മനോഹരമായ വിളിയിൽ എന്തൊക്കെയോ സ്നേഹങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് അവൾക്ക് ബോധ്യമാകുന്നു. ആ ബീവി, ഫർസാൻ, കൺഗ്രാജുലേഷൻസ്. എന്തിന്? അവൾ അറിയാതെ ചോദിച്ചു. അല്ല, ഒന്നിനുമല്ല. എൻ്റെ ഭർത്താവിൻ്റെ കൂടെയുള്ള ആ ഒരു ജീവിതം എനിക്ക് നീ സമ്മാനിച്ചല്ലോ, ആ ഒരു കാഴ്ച, അതുകൊണ്ടാണ്. അല്ലാതെ ഒരു നിമിഷം ഫർസാന ഭയന്നിരുന്നു. പടച്ചറബേ, എൻ്റെ കാര്യങ്ങളെല്ലാം ബീവി അറിഞ്ഞോ എന്നുള്ള രീതിയിൽ അവൾക്ക് ഭയമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ പോലും എനിക്കിവിടെ ചാൻസ് ഉണ്ടാകില്ല. ഒരുപക്ഷെ സൈത്തൂൻ ബീവി പറയും, എന്താ എൻ്റെ ഭർത്താവിനെ ചതിക്കുകയായിരുന്നോ? അല്ലാ, നീ കാക്ക്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ബീവി അങ്ങോട്ട് വന്നതും. കയ്യിൽ കരുതിയിരുന്ന ആ മധുര പലഹാരങ്ങൾക്കിടയിലുള്ള കൂട്ടത്തിൽ അതിൽ അജ്വ, ഈത്തപ്പഴങ്ങളും തേനും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുങ്കുമപ്പൂവിട്ട പാലും. അജ്വ ഈത്തപ്പഴത്തിൽ നിന്ന് 3 എടുത്ത് അതിൽ ഒരെണ്ണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഫർസാനയുടെ വായിലേക്ക് ബീവി വെച്ചു കൊടുക്കുന്നു. സത്യം പറഞ്ഞാൽ ഫർസാനയുടെ കണ്ണുകൾ നിറയുകയാണ് ചെയ്തത്. ഫർസാന, ഇത് 3 കഴിക്ക്. എന്നിട്ട് ഇതാ ഈ കുങ്കുമപ്പൂവിട്ട പാല് കൂടി കുടിച്ചോളൂ. ശരിക്കും അവളുടെ ആ ഒരു സ്നേഹത്തിന് മുമ്പിൽ ഫർസാനയ്ക്ക് എന്ത് പറയണം എന്നായിപ്പോയി. സങ്കടം കൊണ്ട് മനസ്സ് വല്ലാതെ വേദനിച്ചു. അല്ലാ, പാവം ബീവി എത്ര സ്നേഹത്തിലാണ് എന്നെ സംരക്ഷിക്കുന്നത്, എന്നെ നോക്കുന്നത്. അല്ലാ, ഞാനാണല്ലോ ചതി ചെയ്തത്. പഠിച്ചോനെ, നീ പൊറുക്ക്. ഫർസാനയും ആത്മാർത്ഥമായി ദ്വാ ചെയ്തു. എന്തു പറ്റി ഫർസാന? എന്താ കണ്ണുകൾ നിറയുന്നുണ്ടല്ലോ, എന്തു പറ്റി? ബീവി, എന്നോട് ക്ഷമിക്കണം. എന്താ ഫർസാന? അല്ല, അങ്ങയുടെ ജീവൻ്റെ പാതിയാണല്ലോ എനിക്ക് നിങ്ങൾ സമ്മാനിച്ചത്. അത് ആലോചിക്കുമ്പോൾ കുഴപ്പമില്ല പെണ്ണേ, നമുക്ക് വേണ്ടിയിട്ടല്ലേ, നമുക്ക് ഒരു കുഞ്ഞ് വേണം, അതിനൊന്നും വേണ്ടിയിട്ടല്ലേ. അത് എൻ്റെയും നിൻ്റെയും ആവശ്യമാണ്, പിന്നെ നമ്മുടെ അർബാവിൻ്റെയും. എന്താ, നമ്മൾ 3 പേരും ഒന്നാണ്. എൻ്റേതാണ് അറബി, നിൻ്റെയും. അതുപോലെ എൻ്റെ ഫർസാന, നീ എൻ്റേതാണ്, ഞാൻ നിൻ്റെയും. എന്താ, സന്തോഷത്തോടെ നമുക്ക് ജീവിച്ചൂടെ? ഒറ്റക്കെട്ടായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് മതിയാവൂ. നമ്മൾക്കൊരു കുഞ്ഞ് വേണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് നിന്നെ സ്വന്തമാക്കി നിക്കാഹ് കഴിക്കാൻ വേണ്ടി പറഞ്ഞത്. ഇപ്പോൾ അൽഹംദുലില്ലാ 3-4 ദിവസത്തോളം എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കൂടെ നീ ചെലവഴിച്ചു. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ഒരു ലോങ് ടൂർ പോകാൻ. പക്ഷേ അർബാവിന് ബേബി ഇല്ലാതെ ഞാൻ പോകില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിനെന്താ, നമുക്ക് പോവാലോ. സത്യമായിട്ടും ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുമോ? എന്താ മോളെ, ഒരു യാത്ര പോകുകയാണെങ്കിൽ ബീവിയും അർബാവും കൂടെ വേണം, എന്നെങ്കിലും ഇതിന് രസമുള്ളൂ. അല്ലാതെ ഞാനും അർബാവും ഒറ്റയ്ക്ക് അതെങ്ങനെ? എൻ്റെ പെണ്ണെ, എൻ്റെ മനസ്സ് നിറഞ്ഞു പോയി. എന്തിനാണ് ഞാൻ നിങ്ങൾക്ക് സന്തോഷകരമായ ജീവിതം നയിക്കുന്നതിൽ ഞാൻ കയറി വരുമ്പോൾ അതൊരു തടസ്സമാവില്ലേ? പറയൂ. ഫർസാന ഒന്നും മിണ്ടിയില്ല. അപ്പോൾ എന്നോട് ബീവിയല്ലേ പറഞ്ഞത്, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നാൽ എന്തെങ്കിലുമൊക്കെ നല്ലതുണ്ടാകുമെന്ന്? അപ്പോൾ ബീവി ഒഴിഞ്ഞാൽ പിന്നെ എന്ത് രസമാണ് ഇതിലുള്ളത്? ബീവി, അങ്ങാണ് ഇതിന് നേതൃത്വം നൽകിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് സൈത്തൂൻ ബീവിയുടെ സാന്നിധ്യം കൂടി എപ്പോഴും ആവശ്യമുണ്ട്. എപ്പോഴും എനിക്ക് ബീവിയുടെ കൂടെ കഴിയാനാണ് താല്പര്യം. അർബാവ് ഉണ്ടെങ്കിലും എനിക്ക് ബീവിയെ കാണുമ്പോൾ ഒരു സമാധാനമാണ്. എൻ്റെ പെണ്ണെ എന്ന് പറഞ്ഞുകൊണ്ട് അവളേതാ ബീവി തല ഒടുന്നു. അവളുടെ നെറുകയിൽ ചുംബിക്കുന്നു. സത്യം പറഞ്ഞാൽ സ്വന്തം ജ്യേഷ്ഠത്തിയുടെ ഒരു സ്നേഹമാണ് അവിടെ അവൾക്ക് ലഭിച്ചത്. ബീവി സേഫ് ഉണ്ടാകുമ്പോൾ ബീവിയും എൻ്റെ കൂടെ വേണം, അല്ലാതെ ഞാനും സേഫ് ഒറ്റയ്ക്ക് അങ്ങനെ ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല.
കാരണം എല്ലാത്തിൻ്റെയും കാരണക്കാരി ബീവിയാണ്. അതുകൊണ്ട് എന്തൊക്കെ തന്നെയായാലും സത്യം പറഞ്ഞാൽ ബീവിക്ക് അത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷമാണ് തോന്നിയത്. സാധാരണയായി ഭർത്താവിന് 2 ഭാര്യമാരെന്നൊക്കെ പറയുമ്പോൾ ഒരു ഭാര്യയ്ക്ക് മറ്റേ ഭാര്യയെ തീരെ ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവൾ എപ്പോഴും കൊതിക്കുന്നത് എൻ്റെ സാന്നിധ്യമാണ്. അവൾ പലപ്പോഴും മടിക്കുന്നു തൻ്റെ അറബിയോട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും ഒറ്റയ്ക്ക് ഇടപഴകാനൊക്കെ. അവൾക്ക് എപ്പോഴും ഞാൻ വേണം. പഠിച്ചവനെ, ഇങ്ങനെയുണ്ടാവോ പെൺകുട്ടികൾ? ഫർസാനയുടെ സ്വഭാവത്തിൽ അവൾക്ക് വളരെയധികം സന്തോഷമാണ് തോന്നിയത്. ജെയ്ത്തുൻ ബീവി ശരിക്കും പഠിച്ചവനെ സ്തുതിച്ചു. അൽഹംദുലില്ലാ, അല്ലാ, എൻ്റെ അനിയത്തെ പോലെ ഒരു ഭാര്യയെ എൻ്റെ ഭർത്താവിന് കിട്ടിയതിൽ റബ്ബേ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. എത്രമാത്രം നല്ല സ്വഭാവമാണ് അവൾക്ക്. അവൾ നൽകിയ ആ ഒരു അജവ ഈത്തപ്പഴവും പാലും അതൊക്കെ അവൾ കഴിച്ചു. കഴിക്ക്, ഫ്രൂട്ട്സ് നല്ല രീതിയിൽ കഴിക്കണം, എന്നെങ്കിലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇൻഷാ അല്ലാ വളരെയധികം പെട്ടെന്ന് തന്നെ ഗർഭിണിയാകട്ടെ മോള്. അതാണ് എൻ്റെ ആഗ്രഹം. അത് കേട്ടപ്പോൾ ശരിക്കും അവൾ ഒരു നിമിഷം തല താഴ്ത്തി. എന്തു പറ്റി? എന്താ? ഹേയ്, ഒന്നുമില്ല ബീവി. നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് പഠിച്ചെറുപ്പ് സാധിപ്പിച്ചാൽ മതിയായിരുന്നു, ഫർസാന പറഞ്ഞു. ഒരു നിമിഷം അവൾ അവളുടെ വയറിൽ പതുക്കെ കൈവച്ചു. എന്താ? ഇൻഷാ അല്ലാ വൈകാതെ ബീവിക്ക് ഉള്ള സ്വപ്നം യാഥാർത്ഥ്യമാകും. അതിന് പഠിച്ചെറുപ്പ് വിധിക്കട്ടെ, ഫർസാന പറഞ്ഞു. അത് കേട്ടപ്പോൾ ജെയ്ത്തൂൻ ബീവിക്ക് വല്ലാതെ സന്തോഷമായി. എൻ്റെ മോളെ, പഠിച്ചവനായിട്ടാണ് എനിക്ക് നിന്നെ ഇറക്കി തന്നത്. നിന്നെ പോലൊരു പെൺകുട്ടിയെ ഒരിക്കലും ഞാൻ വിചാരിച്ചതേ ഇല്ല ഇങ്ങനെ കിട്ടുമെന്ന്. പഠിച്ച റബ്ബ് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ, ആമീൻ. നല്ലൊരു കൂട്ടുകാരിയെ തൻ്റെ ഭർത്താവിന് പ്രിയപ്പെട്ട ഭാര്യയായി ലഭിച്ചതിൽ വളരെയധികം സന്തോഷത്തിലാണ് ജെയ്ത്തൂൻ ബീവി. എന്തൊക്കെ തന്നെയാലും റബ്ബേ, ഞാൻ ആഗ്രഹിച്ചത് സഫലമായാൽ മതിയായിരുന്നു. പഠിച്ചോനെ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് വളരെയധികം ആഗ്രഹമാണ് ഒരു കുഞ്ഞിനെ കാണാമെന്നുള്ളത്. പഠിച്ചോനെ, ഒരു കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ റഹ്മാനെ എനിക്ക് എത്ര സന്തോഷമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഫർസാനയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്താണ് അവൾ ആഗ്രഹിച്ചത് അതെല്ലാം നൽകും. ഒരു പക്ഷേ അവൾ എന്താണ് ആവശ്യപ്പെടുന്നത്, അവളുടെ ആഗ്രഹം എന്താണ്, എല്ലാം ഞാൻ ഇൻഷാ അല്ലാ നിറവേറ്റി കൊടുക്കും. എൻ്റെ സ്വത്തിൽ നിന്ന്. അതൊരിക്കലും എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ സ്വത്തിൽ നിന്നായിരിക്കില്ല, എനിക്ക് എൻ്റെ പിതാവ് നൽകിയ സ്വത്തിൽ നിന്ന്. അവൾക്ക് എന്താണോ അവളുടെ ഉദ്ദേശം അത് ഞാൻ സാധിപ്പിച്ചു കൊടുക്കും, ഉറപ്പാണ്. ജെയ്ത്തുൻ ബീവി ഓരോന്ന് ചിന്തിച്ചു തുടങ്ങി. എന്തു പറ്റി? എന്താ ആലോചിക്കുന്നത്? ഫർസാനയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഒരു നിമിഷം ബീവി ഞെട്ടിപ്പോയി. ഒന്നുമില്ല, ഞാൻ എന്തൊക്കെ തന്നെയായാലും അല്ല റാഹത്തിലാക്കട്ടെ. പെട്ടെന്നതാ സെയ്ഫ് അറബി അങ്ങോട്ട് കടന്നു വരുന്നു. അവർ രണ്ടുപേരും ഒരേ നിമിഷം അത് നോക്കി നിന്നു. വളരെയധികം പ്രൗഢമായ ലുക്കിൽ, വളരെയധികം സ്വീറ്റായിട്ട്, വളരെയധികം മനോഹരതയിൽ നടന്നു വരുന്ന അറബിയെ അവർ രണ്ടുപേരും ഒരു നിമിഷം നോക്കിപ്പോയി. അറബി വരുന്നത് കണ്ടപ്പോൾ തന്നെ ഫർസാന അവളുടെ മുഖം മറച്ചു. എന്താ പെണ്ണെ, നീ എന്തേ മുഖം മറച്ചത്? അത് ബീവി ഇരിക്കുമ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഫേസ് കാണിച്ചിരിക്കുന്നത് ഒട്ടും ശരിയല്ലല്ലോ. അതെന്താ? അല്ല, അങ്ങല്ലേ ആദ്യ ഭാര്യയും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളും ഞാൻ രണ്ടാമത്തവളും ഒരു മലയാളിയും ഒക്കെയല്ലേ. എന്തൊക്കെ തന്നെയാലും ജോലിക്ക് വന്ന എൻ്റെ പെണ്ണെ, അങ്ങനെയൊന്നും ഇനി പറയരുത്. എനിക്കും നിനക്കും ഒരു സ്ഥാനമാണ് ഉള്ളത്. എങ്കിലും ഫർസാന അവളുടെ മുഖത്തിനുള്ള ആ ഷട്ടർ താത്തിയിട്ടപ്പോൾ അറബിക്കും അത് വല്ലാത്തൊരു സന്തോഷം തോന്നി. ഓ, ഫർസാന അത്ര മോശം പെണ്ണൊന്നുമല്ല. കണ്ടില്ലേ, എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് മുഖം മറച്ചല്ലോ. അൽഹംദുലില്ലാ, അതുതന്നെയാണ് ഞാനും ആഗ്രഹിച്ചത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ വലിയ തെറ്റിലേക്ക് വീണു പോകും. അതിനുള്ള സാഹചര്യം അവൾ ഒരുക്കുന്നില്ല. അവൾ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നുണ്ട്. പഠിച്ചോനെ, മാഷാ അല്ലാ. ബീവി, അദ്ദേഹത്തിൻ്റെ ആ ഒരു വിളി ജെയ്ത്തുൻ ബീവിയുടെ ചെവിയിലേക്കെത്തി. പിന്നെ ഞാൻ മാത്രമല്ല, ഇവിടെ ഫർസാനയുണ്ട്. വിളിക്കുമ്പോൾ രണ്ടുപേരെയും അറബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ജെയ്ത്തുൻ ബീവി, ഒന്നിങ്ങ് വന്നേ.
പെട്ടെന്ന് ഫർസാന പറഞ്ഞു, മോളെ ചെല്ല്, നീ പോയിക്കോ, ഞാൻ പോകുന്നതിനേക്കാളും നല്ല നീ പോകുന്നതല്ലേ. എന്ത് ബീവി നിങ്ങളീ പറയുന്നത്? നിങ്ങളുടെ പേരെടുത്ത് വിളിച്ചതല്ലേ അർബാവ്. ചെല്ല്, നിങ്ങൾ ചെല്ല്. ഫർസാന, ഞാൻ പോയാലും നീ പോയാലും ഒക്കെ ഒരുപോലെ തന്നെ. പക്ഷേ ഇപ്പോൾ അറബിയുടെ അടുക്കലേക്ക് ഏറ്റവും പോകാൻ നല്ലത് നീയാണ്. നമ്മുടെ ലക്ഷ്യം പെട്ടെന്ന് പൂർത്തീകരിക്കണം. അതിന് നീയും അറബിയുമായിട്ട് ഇടപഴകൽ ഇനിയും കൂടിയേ മതിയാവൂ. അതുകൊണ്ട് ചെല്ല്, മോള് ചെല്ല്. ഫർസാനയെ അതാ പറഞ്ഞു വെക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിൽ അറബി പറയുന്നു, ജെയ്ത്തൂൻ, ജെയ്ത്തൂനാണ് ഞാൻ വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ പിന്നീട് ഒന്നും പറയാനായില്ല. പെട്ടെന്ന് അവിടെ നിന്ന് എണീറ്റു. ആ അർബ, എന്തു പറ്റി? നീയും എന്നെ അർബ എന്നാണല്ലോ വിളിക്കുന്നത്. നീ എന്നെ അങ്ങനെ വിളിക്കുന്നത്? ഞാനും ഫർസാനയുടെ വിളിയിൽ അതങ്ങ് ശീലമായിപ്പോയി. അവൾ അങ്ങനെ വിളിക്കുമ്പോൾ പിന്നെ ദാ എന്ന് പറഞ്ഞുകൊണ്ട് 2 ബോക്സുകൾ അവളുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. അർബ, ഇതെന്താ? ഫർസാനക്കുള്ളതാണോ? വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ജെയ്ത്തൂൻ ബീവി അത് വാങ്ങിയത്. ഹൈ നോ, ഒന്നെൻ്റെ ജെയ്ത്തൂൻ ബീവിക്ക്, ഒന്ന് ഫർസാനക്കും. എന്താ ഇതെന്താണ്? ഒന്ന് തുറന്നു നോക്ക് പെണ്ണേ. ബീവി അത് തുറന്നു നോക്കി. മാഷാ അല്ലാ, വെട്ടിത്തിളങ്ങുന്ന അതിമനോഹരമായ 2 ഡയമണ്ട് റിംഗ് ആയിരുന്നു അതിൽ. സെയ്ഫ്, ഇതെന്തിൻ്റെ സർപ്രൈസാണ്? നീ അതൊക്കെ മറന്നു കഴിഞ്ഞു അല്ലേ? എന്നാൽ ഞാൻ മറന്നിട്ടില്ല. എന്താ? എനിക്ക് എൻ്റെ പെണ്ണേ, എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വന്നിട്ട് 6 വർഷമാണ് ആയത്. അത് ഇന്നാണ് ആ ദിവസം. മാഷാ അല്ലാ, പഠിച്ചോനെ, അതിൻ്റെ ഡേറ്റൊക്കെ ആയോ? നീ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിലല്ലേ ഇപ്പോൾ ഇടപെടുന്നത്. നമ്മുടെ കാര്യം നീ ശ്രദ്ധിക്കുന്നേ ഇല്ല. എന്താ അങ്ങനെ പറഞ്ഞത്? അല്ലേ, നീ അവളുടെ ഡേറ്റും കാര്യങ്ങളും അതൊക്കെ നോക്കി നടക്കല്ലേ. നമ്മളുടേതൊന്നും നീ ശ്രദ്ധിക്കുന്നില്ലല്ലോ. എൻ്റെ അർബ, നമ്മളെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് തന്നെയാണ്. അവളുടേത് അങ്ങനെ വേർതിരിച്ച് പറയുന്നത് എനിക്കൊരിക്കലും ഇഷ്ടമല്ല. അർബ പ്ലീസ്. ഇത് അതെ, ഫർസാനൊക്കെ ഉണ്ട്, വിഷമിക്കണ്ട. എനിക്കറിയാം, ഞാൻ 1 വാങ്ങിയാൽ നീ അപ്പോഴെന്നെ എന്നെ തിരിച്ചയക്കും. അത് പറ്റില്ല, 2 വാങ്ങണം എന്ന് നീ പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായത് കൊണ്ട് തന്നെ ഫർസാനക്കും 1 ഞാൻ വാങ്ങിയിട്ടുണ്ട് ഗിഫ്റ്റായിട്ട്. പിന്നെ നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി മറക്കണ്ട കേട്ടോ. ആ ഡേറ്റൊക്കെ എനിക്ക് കറക്റ്റായിട്ട് അറിയാം. ഞാൻ പറഞ്ഞില്ലേ, നീ മറ്റുള്ളവരുടെ കാര്യമാണ് നോക്കുന്നത്. നീ നിൻ്റെ ജീവിതവും നിൻ്റെ കാര്യങ്ങളൊന്നും നോക്കുന്നേ ഇല്ല. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. 2 മനോഹരമായ മോതിരങ്ങൾ. എന്നാൽ അതിൽ ജെയ്ത്തൂൻ ബീവി നോക്കുന്നത് ഏറ്റവും മനോഹരമായത് ഏതാണെന്നായിരുന്നു. സെയ്ഫ്, ഇതിൽ ഏറ്റവും മനോഹരമായത് എൻ്റെ ബീവിക്കുള്ളത്. മറ്റത് അത് കേട്ടപ്പോൾ അവളുടെ മനസ്സ് വല്ലാതായി. അങ്ങനെ പറയരുത്, ഞങ്ങൾ 2 പേരും അർബാവിൻ്റെ ബീവികളല്ലേ. ഞങ്ങൾക്ക് 2 പേർക്കും ഒരേ സ്ഥാനമല്ലേ. എൻ്റെ പെണ്ണെ, എനിക്കറിയാം നീ അതിൽ നിന്ന് നല്ലത് സെലക്ട് ചെയ്ത് അവൾക്ക് കൊടുക്കുമെന്ന്. അതുകൊണ്ട് തന്നെ 2 ഒരേ ക്വാളിറ്റി, ഒരേ സൈസ്, ഒരേ സ്റ്റോൺസ് എല്ലാം ഒരുപോലെയുള്ള സെയിം സാധനമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൊണ്ടുപോയി കൊടുക്ക് കൂട്ടുകാരിക്ക്. അപ്പോൾ ഞാനാണോ ഇത് കൊടുക്കേണ്ടത്? എൻ്റെ അർബാവല്ലേ. എൻ്റെ പെണ്ണെ, നീ ഇട്ട് കൊടുക്ക്. നിനക്കല്ലേ ഏറ്റവും പ്രിയപ്പെട്ടത് അവൾ. അങ്ങനെ പറയരുത് കേട്ടോ. സന്തോഷത്തോടു കൂടി ആ ഒരു ഡയമണ്ട് മോതിരങ്ങളുമായി നേരെ ഫർസാനയുടെ അടുക്കലേക്ക് അതാ ബീവി പോവുകയാണ്. ഫർസാന, ആ ബീവി വരൂ. ഫർസാന, ദാ ഒരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഗിഫ്റ്റോ? എനിക്കോ? ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. എന്താ? ഇന്ന് എൻ്റെ അറബിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ 6ാം വർഷമാണ്. അതുകൊണ്ട് നിനക്കുമുണ്ട് ഒരു ഗിഫ്റ്റ്. പഠിച്ചോനെ, അതെന്താ എനിക്കല്ലല്ലോ തരേണ്ടത്, ബീവിക്കല്ലേ? എനിക്കും ഉണ്ട്. ദാ നിനക്കും ഉണ്ട്. കണ്ടില്ലേ, 2 സെയിം. മാഷാ അല്ലാ, എത്ര മനോഹരമാണിത്. ഇത് എത്ര ഭംഗിയുള്ള ഡയമണ്ടാണ് ഇതിൽ പതിച്ചിട്ടുള്ളത്. എത്ര വിലപിടിപ്പുള്ളതാണ്. അല്ലെങ്കിലും അറബി വാങ്ങുമ്പോൾ നല്ലത് വാങ്ങാറുള്ളൂ. എന്താ, അറബി എന്തെങ്കിലും ഏറ്റെടുക്കുമ്പോൾ നല്ലത് എടുക്കാറുള്ളൂ. ഒരു നിമിഷം ഫർസാനയുടെ മുഖം വല്ലാതായി. റബ്ബേ, ഞാൻ നല്ലതല്ലല്ലോ, എന്നെ ഏറ്റെടുത്തത് നല്ലതല്ലല്ലോ. പക്ഷേ പാവം ബീവിക്കറിയില്ലല്ലോ അതൊന്നും. സന്തോഷത്തോടു കൂടി അവളുടെ മോതിര വിരലിൽ അതാ ബീവി ആ മോതിരം അണിയിച്ചു കൊടുക്കുന്നു. മാഷാ അല്ലാ, എത്ര മനോഹരമാണ് നിൻ്റെ വിരലുകളിൽ ഈ മോതിരം കിടക്കുന്നത് കാണുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് അതാ ജെയ്ത്തൂൻ ബീവി അവളുടെ കൈ പിടിച്ച് ചുംബിക്കുന്നു.
മാഷാ അല്ലാ, വളരെ പട്ടുപോലുള്ള മൃദുലമായ ശരീരമാണ് മോളെ നിൻ്റെത്. ബീവി നിങ്ങളുടെ അത്രയൊന്നുമില്ല അല്ല, എങ്കിലും കേരളത്തിലുള്ള ആളുകൾക്ക് ഇത്രയധികം. ബീവി എന്നെ സുഖിപ്പിക്കല്ലേ കേട്ടോ. അങ്ങനെ അത് ജെയ്ത്തൂൻ ബീവിയും ആ മോതിരം ധരിക്കുന്നു. രണ്ടുപേരുടെയും കൈകൾ ഒരുമിച്ച് വെച്ച് ജെയ്ത്തൂൻ ബീവി അവരുടെ ഫോണിൽ ഒരു ഫോട്ടോ അതാ ക്ലിക്ക് ചെയ്യുന്നു. വാവ്, മനോഹരം അല്ല, എത്ര ഭംഗിയാണ് ഇത്. നേരെ സെയ്ഫ് അറബിക്ക് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ തന്നെ അതാ ബീവി ആ ഫോട്ടോ അറബിക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. രണ്ടുപേരുടെയും മനോഹരമായ വിരലുകളിൽ ആ ഡയമണ്ട് മോതിരം കിടന്ന് തിളങ്ങുന്നത് കണ്ടപ്പോൾ അറബി ഒരു നിമിഷം പ്രാർത്ഥിച്ചു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ. നമ്മുടെ ഫർസാനയുടെയും നമ്മുടെ അറബിയുടെയും ജെയ്ത്തൂൻ ബീവിയുടെയും കഥകൾ ഇനി എന്തൊക്കെയായിത്തീരും നമുക്ക് കാത്തിരുന്ന് കാണാം.